അലൈക്കും വറഹ്മത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം സലം കച്ചവടത്തിൻ്റെ ഒരു നിബന്ധന നമ്മൾ പഠിച്ചിരുന്നു. മുസ്ലിം ഫീഹി ആയിട്ടുള്ള ആ ചരക്കിൻ്റെ മുഴുവൻ വസ്ഫുകളും അറിയപ്പെട്ടതായിരിക്കണമെന്ന്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചില പ്രത്യേക വസ്തുക്കളിൽ പരിഗണിക്കപ്പെടുന്ന സിഫത്തുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയാണ് ഓതാനുള്ളത്. അതായത് ഒരു വസ്ത്രത്തിലാണ് സലം കച്ചവടം നടത്തുന്നത് എങ്കിൽ വൈഷ്തറത്തു ഫി സിയാബിൽ ജിൻസു ഐ ദിക്റുഹു കഖുത്തിനിൻ ഔ കത്താനിൻ, പരുത്തിയിൽ നിന്നാണോ ചണത്തിൽ നിന്നാണോ ആ വസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ജിൻസ് പറയൽ ഷർത്താണ്. വഫി റൗളത്തി കാസുലിഹ, റൗളയിലും ഷർഹുൽ കബീറിലും നവവി ഇമാമും റാഫി ഇമാമും പറയുന്നത് വൻ നൗഉ, ജിൻസ് മാത്രം പോരാ, ആ ജിൻസിന് കീഴിലുള്ള നൗഉ ഏതാണ് എന്നും വൽ ബലദുല്ലദി യുൻസജു ഫീഹി, ഏത് നാട്ടിൽ നിന്നാണോ ആ വസ്ത്രം നെയ്യപ്പെടുന്നത് എന്നുകൂടെ പറയണം. ഇനി ഇഖ്തലഫ ബിഹിൽ ഗറളു, ആ നാട് കൊണ്ട് അതിൻ്റെ ഗറള് വ്യത്യാസപ്പെടുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളൊരു ചൈനീസ് സാധനത്തെ പോലെയല്ല ഒരു ജാപ്പനീസ് സാധനം കാണുന്നത്, അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ നാടുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ വ്യത്യാസമാകുന്ന ചരക്കാണെങ്കിൽ ഏത് നാട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്നുകൂടി പറയൽ നിബന്ധനയാണ് എന്നർത്ഥം. എന്നാൽ വഖദ് യുഗ്നി ദിക്റു നൗഇ അൻഹു അനിൽ ജിൻസി അയ്ളൻ, ചില അവസരങ്ങളിൽ നൗഅ പറഞ്ഞാൽ തന്നെ പിന്നീട് അതിൻ്റെ ബലത് ഏതാണ്, അതിൻ്റെ ജിൻസ് ഏതാണ് എന്ന് പറയേണ്ടി വരികയില്ല എന്നർത്ഥം. ഒരു നൗഅ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത്, അത് ഇന്നാലിന ജിൻസിലാണ്, ഇന്നാലിന നാട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന്. ഉദാഹരണത്തിന് ഇന്നത്തെ ഒരു ഷർട്ടിൻ്റെയൊക്കെ കമ്പനിയെക്കുറിച്ച് പറയുന്നത് പോലെ. ഓക്കെ, ഇനി വത്തൂലു വൽ അർളു, നീളവും വീതിയും പറയണം. വൽ ഗിലളു വദ്ദിഖത്തു, ഗിലള് എന്നാൽ കട്ടി എത്രയാണ്, അതിൻ്റെ നേർമത എത്രയാണ് എന്ന് പറയണം. ഹുമാ ബിൻ നിസ്ബതി ഇലൽ ഗസ്ലി, ഗിലള് ദിഖത്ത് എന്നുള്ള രണ്ട് പദവും ഗസ്ലുമായിട്ട് നൂൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വസ്സഫാഖത്തു വരിഖത്തു, അതും കട്ടിയും നേർമതയും എന്ന് തന്നെയാണ് അർത്ഥം. ഹുമാ ബിൻ നിസ്ബതി ഇലൽ നസ്ജി, പക്ഷേ ഈ രണ്ട് പദങ്ങളും നെയ്യലുമായിട്ട്, വസ്ത്രം നെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതായത് ഗിലള് ദിഖത്ത് എന്നുള്ളത് ആ നൂലിൻ്റെ കട്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. സഫാഖത്തെ ദിഖത്ത് എന്ന് പറഞ്ഞാൽ അത് നെയ്തിട്ടുള്ളത് ഏത് രൂപത്തിലാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് വല അറിയാമല്ലോ, വല, മീനെ പിടിക്കുന്ന വല, അതിലുള്ള നൂലുകളെല്ലാം വളരെ കട്ടിയുള്ളതായിരിക്കുമല്ല, ഈറമ്പം ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് ഗലീളാണ്. ഓക്കെ, പക്ഷേ അവയെല്ലാം വളരെ വ്യത്യാസത്തിലായിരിക്കും, ദൂരത്തിലായിരിക്കും നെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, നെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് റഖീഖുമാണ് എന്നർത്ഥം. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായെന്ന് കരുതുന്നു. വന്നുഅമത്തു വൽ ഖുശൂനത്തു, അതിൻ്റെ മിനുസതയും അതിൻ്റെ പരുപരുപ്പും പറയണം. വൽ മുറാദു, ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ദിക്റു അഹദി കുല്ലി മുതഖാബിലൈനി ബഅദൽ അവ്വലൈനി, ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിന് ശേഷം, അതായത് തൂല് അർള് എന്നുള്ളതിന് ശേഷം കുല്ലി മുതഖാബിലൈനി, രണ്ടും പരസ്പരം മുതഖാബിലായിട്ടുള്ള വസ്തുക്കളാണല്ലോ പറഞ്ഞത്. ഗിലള് ദിഖത്ത്, സഫാഖത്ത് ദിഖത്ത് എന്നൊക്കെയുള്ളത്, അവയിൽ നിന്നും ഒന്നിനെ പറയലാണ്. ഗലീളാണോ അതല്ല ദഖീഖാണോ, ഓക്കെ, സഫീഖാണോ റഖീഖാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മഅഹുമ, ആദ്യത്തെ രണ്ടെണ്ണത്തോടു കൂടെ, അതായത് തൂലും അർളും രണ്ടും പറയണം, ബാക്കിയുള്ളതിലൊക്കെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. ഇനി അടുത്തത് അലക്കിയിട്ടുള്ള വസ്ത്രം. ഒരു വസ്ത്രം വിൽക്കുന്നുവെന്നാൽ അത് അലക്കിയിട്ടാണോ നൽകേണ്ടത്, അതല്ല ഖാമായിട്ടാണോ. ഖാമി എന്ന് പറഞ്ഞാൽ അലക്കപ്പെടാത്ത വസ്ത്രത്തിനാണ് പറയുക. അതാണ് അടുത്തത്. വ മുത്ലഖുഹു ഐ സൗബി അനിൽ ഖസ്രി വഅദ്മിഹി, അലക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാത്ത തരത്തിലുള്ള വസ്ത്രം. യുഹ്മലു അലൽ ഖാമി, അത് അലക്കാത്ത വസ്ത്രത്തിൻ്റെ മേലാണ് ചുമത്തുന്നത്. ദൂനൽ മഖ്സൂരി, അലക്കപ്പെട്ടതല്ല എന്നർത്ഥം. ഓക്കെ, ലിഅന്നൽ ഖസ്റ സിഫത്തുൻ സായിദത്തുൻ, കാരണം ഖസ്ർ, അലക്കുക എന്നുള്ളത് ഒരു സായിദിയായിട്ടുള്ള സിഫത്താണ്. അത് ഉണ്ട് എങ്കിൽ അത് പ്രത്യേകം പറയേണ്ടതായിരുന്നുവെന്നർത്ഥം. അലക്കിയത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചർച്ച എന്താണെന്ന് വെച്ചാൽ വസ്ത്രത്തിൽ ചായം പൂശുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, വസ്ത്രങ്ങൾ രണ്ട് രീതിയിൽ ചായം പൂശാറുണ്ട്. ഒന്ന്, അത് നെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഒരു വസ്ത്രമായതിന് ശേഷം അതിന് ചായം പൂശാം. അല്ല എങ്കിൽ നെയ്യുന്നതിന് മുമ്പ് തന്നെ, അതിന് നൂല് നൂറ്റതിന് ശേഷം എന്തു ചെയ്യാം, അതിന് ചായം പൂശിയിട്ട്, നൂല് ആദ്യം ചായം പൂശിയിട്ട് അതുകൊണ്ട് നെയ്തൽ നടത്താം. ഓക്കെ, അതുകൊണ്ട് വസ്ത്രം നെയ്യാമെന്നർത്ഥം. എന്നുള്ളതുപോലെ ചില അവസരങ്ങളിൽ നൂല് നൂൽക്കുമ്പോൾ തന്നെ ചായം പൂശാറുണ്ട്. ഏതായാലും ഒരു വസ്ത്രം വിൽക്കുമ്പോൾ അതിൻ്റെ ചായം പൂശുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സലമ കച്ചവടം എങ്ങനെയാണെന്നതാണ് അടുത്തത് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റാഫി ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം ചായം പൂശുന്നത് എപ്പോഴാണ് എങ്കിലും, അതായത് എന്തിൻ്റെ മുമ്പാകട്ടെ, നെയ്യുന്നതിന് മുമ്പാകട്ടെ ശേഷമാകട്ടെ, എപ്പോൾ ചായം പൂശിയാലും വേണ്ടില്ല, ആ വസ്ത്രത്തിലുള്ള സലമ കച്ചവടം ശരിയാകുമെന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ നവവി ഇമാമിനൊരു അഭിപ്രായമുണ്ട്. എന്ത്,
നെയ്തതിന് ശേഷമാണ് ചായം പൂശുന്നത് എങ്കിൽ അതിൽ എന്ത് പാടില്ല, സലമ കച്ചവടം പാടില്ല എന്ന് അതിൻ്റെ ന്യായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിലേക്ക് കടക്കാം. വയജൂസു സലമു ഫിൽ മഖ്സൂരി, അലക്കപ്പെട്ട വസ്ത്രത്തിൽ സലമ കച്ചവടം ജായിസാകുന്നതാണ് എന്നുള്ളതുപോലെ വമാ സുബിഗ ഗസ്ലുഹു ഖബ്ല നസ്ജി, നെയ്യുന്നതിന് മുമ്പ് തന്നെ നൂല് ചായം പൂശപ്പെട്ട വസ്ത്രത്തിനും സലമ് ജായിസാകുന്നതാണ്. കൽബുറൂദി, വിരിപ്പുകളെപ്പോലെ. വൽ അഖിയസു, റാഫി ഇമാമിൻ്റെ അഭിപ്രായമാണ്. വൽ അഖിയസു, ഖിയാസായിട്ടുള്ള അഭിപ്രായം, സിഹ്ഹതുഹു ഫിൽ മസ്ബൂഗി ബഅദഹു, നസ്ജിന് ശേഷം സിബഗ ചെയ്യപ്പെട്ട ചായം പൂശപ്പെട്ട വസ്ത്രത്തിലും ഈ സലമ കച്ചവടം ശരിയാകുമെന്നുള്ളതാണ്. എന്നാൽ ഖുൽതു വല്ലാഹു അലം എന്നുള്ള പദപ്രയോഗം നമുക്കറിയാം. റാഫി ഇമാമിന് ഇല്ലാത്ത അഭിപ്രായം നവവി ഇമാം പറയുമ്പോഴാണ് അത് പറയുന്നത്. ഖുൽതു അൽ അസഹു മൻഉഹു. ഓക്കെ, ചായം പൂശുന്നത് നസ്ജിന് ശേഷമാണ് എങ്കിൽ അതിൽ സലമ കച്ചവടം പാടില്ല എന്നതാണ് അസഹ്. വബിഹി ഖത്അൽ ജുംഹൂറു, ഈ മൻഉ കൊണ്ടാണ് ജുംഹൂർ പണ്ഡിതന്മാരും ഖത്അ ചെയ്ത് പറയുന്നത്. വല്ലാഹു അലം. ഓക്കെ, എന്നാൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വബിഹി ഖത്അൽ ജുംഹൂറു എന്ന് പറഞ്ഞതുകൊണ്ട് നവവി ഇമാം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ആര് പറയുന്നുണ്ട്? മഹല്ലി ഇമാം പറയുന്നുണ്ട്. അതായത് റൗളയിൽ നവവി ഇമാം തന്നെ പറയുന്നു എന്ത്, ഖിയാസ് എന്തു തന്നെയാണ്, ഇത് ജായിസാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നസ്ജിന് ശേഷം മസ്ബൂഗാണ് എങ്കിലും അതിൽ സലമ കച്ചവടം പറ്റും എന്നുള്ളതാണ് ഖിയാസ്. എന്നാൽ കുറേ പണ്ഡിതന്മാരുടെ അടുക്കൽ അറിയപ്പെട്ടിട്ടുള്ളത് എന്താണ്, അത് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, വൽ മുറാദ് ബിദാലിക, ഇങ്ങനെ നവവി ഇമാം ഖുൽതു അല്ലാഹു അലം എന്ന് പറഞ്ഞുകൊണ്ട് മൻആണ് അസഹ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം മാഫി റൗളത്തി കാസ്ലിഹ, റൗളയിലും അസ്ലു റൗളയിലും ഉള്ളതാണ്. അതെന്താണ്, അന്ന ത്വായിഫത്തൻ ഖാലു ബിൽ ജവാസി വഹുവൽ ഖിയാസു, ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇത് ജായിസാണെന്ന് പറയുന്നു, അത് തന്നെയാണ് ഖിയാസ് ആയിട്ടുള്ള ന്യായയുക്തമായിട്ടുള്ള അഭിപ്രായം. വൽ മഅറൂഫുൽ മൻഉ, എന്നാൽ ധാരാളം പണ്ഡിതന്മാരുടെ അടുക്കൽ അറിയപ്പെട്ടിട്ടുള്ള അഭിപ്രായം അത് പാടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ പണ്ഡിതന്മാരും ഈ ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തിക്കൊള്ളണമെന്നില്ലല്ലോ. ഓക്കെ, ഇനി ഖാല റാഫിഉ, റാഫി ഇമാം പറയാണ് വവജ്ജഹുഹു, ഇത് പാടില്ല എന്ന് പറയുന്ന ആളുകൾ അതിനുള്ള ന്യായം പറയുന്നത് ബിഷൈഇനി, രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ്. അഹദുഹുമ, അതിൽ വെച്ച് ഒന്നാമത്തത്, അതായത് നസ്ജിന് ശേഷം മസ്ബൂഗ് സിബഗ ചെയ്യപ്പെട്ടതാണ് എങ്കിൽ അത് സലമ കച്ചവടം പാടില്ല എന്ന് പറയാനുള്ള രണ്ടിൽ ഒരു ന്യായം. അഹദുഹുമ അന്ന സിബഗ ഐനും ബിറഅസിഹി, ഈ ചായം എന്നുള്ളത് അതുതന്നെ ഒരു തടിയാണല്ലോ. ഓക്കെ, വഹുവ മജ്ഹൂലുൽ ഖദ്രി, അത് എത്രയാണ് എന്ന് അറിയാൻ കഴിയൂല. ഇപ്പോൾ ഒരു വസ്ത്രത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ ചായം പൂശിയിട്ടുള്ളത് ആ നിറം എത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയൂലല്ലോ. വൽ ഖറളു യഖ്തലിഫു ബിഖ്തിലാഫി അഖ്ദാരിഹി, ആ ചായത്തിൻ്റെ ആ കണക്ക് മാറുന്നതിനനുസരിച്ച് അതുകൊണ്ടുള്ള ഖറളും വ്യത്യാസപ്പെടും അല്ലേ. ചില വസ്ത്രങ്ങൾ പെട്ടെന്ന് തന്നെ നിരക്കുന്നത് കാണാം, അതിലുള്ള ചായം അത്രത്തോളം റെഡി ആയിട്ടുണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ചായം പൂശപ്പെട്ടാൽ പിന്നെ അതിലൊരു സലമ കച്ചവടം നടത്തുന്നത് ഖറള് വ്യത്യാസപ്പെടുന്ന കാര്യത്തിലുള്ള സിഫത്ത് മനസ്സിലാകാത്ത മജ്ഹൂലായതുപോലെയാണ്. വസാനി, ഇനി അവരുടെ രണ്ടാമത്തെ ന്യായം എന്താണ്, അന്നഹു യംനഉ മഅരിഫത നുഅമതി വൽ ഖുശൂനതി, ഒരു വസ്ത്രത്തിന് എത്രത്തോളം മിനുസമുണ്ട്, പരുപരുപ്പുണ്ട് എന്നുള്ളത് അറിയലിനെ ഈ ചായം തടയുന്നു അല്ല. ചായം മുകളിൽ അങ്ങ് പൂശിയാൽ പിന്നെ ആ വസ്ത്രത്തിൽ എത്രത്തോളം മിനുസമുണ്ട് എന്നറിയാൻ കഴിയൂലല്ലോ എന്നുള്ളതുപോലെ വസായിരി സിഫാത്തി സൗബി, വസ്ത്രത്തിൻ്റെ ബാക്കിയുള്ള സിഫത്തുകളും അറിയാൻ കഴിയൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്ക് ന്യായമുണ്ട്. ആ ന്യായം പറഞ്ഞതിന് ശേഷം റാഫി ഇമാം പറയുന്നത് വഖാല ബഅദ ദിക്രിഹി, ഈ ന്യായം പറഞ്ഞതിന് ശേഷം റാഫി ഇമാം പറയുന്നു, അങ്ങനെയല്ല, വഖാല ബഅദ ദിക്രിഹി, റാഫിഇ ഇമാം ഇത് പറയുന്നതിന് ശേഷം പറഞ്ഞുവെന്നാണ്. ഖാല എന്നുള്ളതിൻ്റെയും ദിക്രിഹി എന്നുള്ളതിൻ്റെയും ലമീർ മടങ്ങുന്നത് റാഫി ഇമാമിലേക്കാണ് കേട്ടോ. വഖാല ബഅദ ദിക്രിഹി ഇന്നൽ ജവാസിൽ ഖിയാസു, ജായിസാവുക എന്നുള്ളതാണ് ഖിയാസ് എന്ന് പറഞ്ഞതിന് ശേഷം റാഫി ഇമാം പറഞ്ഞു വലു സഹ തൗജീഹാനി, ഇനി മറ്റു കൂട്ടർ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ന്യായങ്ങളും ശരിയാവുകയാണ് എങ്കിൽ ലമാ ജാസ സലമു ഫിൽ മസ്ബൂഗി ഖബ്ല നസ്ജി അയ്ളൻ, അവരുടെ അഭിപ്രായപ്രകാരം എന്തായിരുന്നു, നസ്ജിന് മുമ്പ് മസ്ബൂഗാണ് എങ്കിൽ അതിൽ പറ്റുമെന്നായിരുന്നല്ലോ. പക്ഷേ അവരുടെ ഈ ന്യായം വെച്ച് നോക്കുമ്പോൾ അവരുടെ അഭിപ്രായപ്രകാരം എന്തുകൂടി വരണമായിരുന്നു, നസ്ജിന് മുമ്പ് മസ്ബൂഗാണെങ്കിലും സലമ കച്ചവടം ജായിസാവുകയില്ല എന്ന് വരണമായിരുന്നു. വഫിൽ ഗസ്ലിൽ മസ്ബൂഗി, അതുപോലെ തന്നെ നൂൽക്കുമ്പോൾ തന്നെ സിബഗ ചെയ്യപ്പെട്ടിട്ടുള്ള ചായം പൂശപ്പെട്ടിട്ടുള്ള വസ്ത്രത്തിലും എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു, സലമ കച്ചവടം പാടില്ലായിരുന്നു. പക്ഷേ അവർ അവിടെ പറയുന്നത് എന്താണ്, അവിടെ പറ്റും എന്നുള്ളതാണ്. ഇൻതഹ, റാഫി ഇമാമിൻ്റെ ഖൗൽ അവസാനിച്ചു എന്നർത്ഥം. എന്നാൽ റാഫി ഇമാമിന് എതിരിടുന്ന നസ്ജിന് ശേഷം
മസ്ബൂഗായിട്ടുള്ള വസ്ത്രത്തിൽ സലമ് കച്ചവടം പാടില്ല എന്ന് പറയുന്നവർ ഫറഖൽ മാനിഊന അവർ ഫർക്ക് പറഞ്ഞു. അതായത് നെസ്ജിന് ശേഷമാണെങ്കിൽ പാടില്ല, നെസ്ജിന് മുമ്പാണെങ്കിൽ പറ്റും. അപ്പോൾ ഇവ തമ്മിൽ വ്യത്യാസമില്ല എന്നായിരുന്നു റാഫിമാൻ പറഞ്ഞതല്ലേ. എന്നാൽ മറ്റേ ആളുകൾ അതിനുള്ള വ്യത്യാസം പറഞ്ഞതെന്താണ്? ബി അന്ന സിബഗ ബഅദൻ നെസ്ജി യസുദ്ദുൽ ഫുറജ. നെസ്ജിന് ശേഷമാണ് നമ്മൾ ചായം പൂശുന്നത് എങ്കിൽ അപ്പോൾ ആ നെസ്ജ് നടത്തുന്ന അവസരത്തിൽ, നെയ്യുന്ന അവസരത്തിൽ എവിടെ എന്തെങ്കിലും വിടവുണ്ടായിരുന്നുവെങ്കിൽ അത് ചേർത്ത് വെച്ചത് ശരിയായിട്ടില്ല എങ്കിൽ യസുദ്ദുൽ ഫുറജ, ആ ഫുർജത്തുകളൊക്കെ ആര് അടക്കും? ഈ സിബഗ് ഈ ചായം പൂശുന്നതടക്കം. ചായം പൂശിയാൽ പിന്നെ അവിടെ എന്തുണ്ട് എന്ന്, അവിടെ വിടവുണ്ട് എന്ന് കാണാൻ കഴിയൂല. ഫലാ തൽഹറു മഅഹു സഫാഖത്തു. അതുകൊണ്ട് തന്നെ ആ സിബഗോട് കൂടെ അതിൻ്റെ സഫാഖത്ത് എത്രയാണെന്ന് വെളിവാവുകയില്ല. ബി ഖിലാഫി മാ ഖബ്ലഹു. എന്നാൽ നെസ്ജിന് മുമ്പുള്ള മസ്ബൂഗിനെതിരായിട്ട്, നെസ്ജിന് മുമ്പുള്ള മസ്ബൂഗാണ് എങ്കിൽ ആ നൂലിൽ തന്നെയായിരിക്കും ആ സിബഗ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അത് പിന്നീട് ആ നൂല് വെച്ചിട്ട് ആ വസ്ത്രം നെയ്യുമ്പോൾ അതിൽ സഫാഖത്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാനിഅങ്ങളായിട്ടുള്ള ആളുകൾ അതിന് മറുപടി പറയുന്നത്, അത് വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഖാല സ്വൈമരി റഹിമഹുല്ല, ഒരു ഫഖീഹാണ്. അദ്ദേഹം പറയുന്നത് യജൂസു സലമു ഫിൽ ഖുമുസി വസ്സറാവീലാത്തി, ഖമീസുകളിലും പൈജാമകളിലും സലമ് കച്ചവടം ജായിസാണ്. ഇദാ ളുബിതത് തൂലൻ വഅർളൻ വസഅതൻ വളീഖൻ. അത് എത്ര കുടുസുണ്ട്, എത്ര വിശാലതയുണ്ട്, നീളം, വീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ക്ലിപ്തമാക്കപ്പെടുകയാണെങ്കിൽ ഇവ രണ്ടിലും സലമ് കച്ചവടം ജായിസാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ സൗബിനെ കുറിച്ചുള്ള ചർച്ച കഴിയുന്നു. ഇനി അടുത്തത് വൈഷ്തറത്തു ഫി തംരി അൻ യദ്കുറ ലൗനഹു വ നൗഅഹു കമഅഖലിയൻ ഔ ബർനിയൻ. തംറിലാണ്, കാരക്കയിലാണ് സലമ് കച്ചവടമെങ്കിൽ അതിൻ്റെ ലൗന്, അതിൻ്റെ നൗഅ, രണ്ട് നൗഉകൾ അവിടെ പറഞ്ഞു, മഅഖലിയ, ബർനിയ. ഓക്കെ, വ ബലദഹു ക ബഗ്ദാദിയൻ ഔ ബസ്രിയൻ. ബഗ്ദാദിയാണോ ബസ്രിയാണോ എന്നുള്ള നാട് പറയണം. വ സിഗറൽ ഹബ്ബാത്തി വ കിബറഹ ഐ അഹദഹുമ. അതിൻ്റെ കുരു, ആ ഈത്തപ്പഴക്കുരു അത് വലുതാണോ ചെറുതാണോ എന്ന് പറയണം. വ ഇത്ഖഹു വ ഹദാസതഹു ഐ അഹദഹുമ. ഇത് പഴയ ഈത്തപ്പഴങ്ങളാണോ അതല്ല ഇപ്പോഴങ്ങോട്ട് എടുത്തിട്ടേ ഉള്ളൂ അങ്ങനത്തെ ഈത്തപ്പഴങ്ങളാണോ എന്നുകൂടെ പറയണം. വല യജിബ്, ഇത്ഖ എന്ന് പറഞ്ഞാൽ പഴമ, ഹദാസത്ത് എന്ന് പറഞ്ഞാൽ പുതുമ എന്നർത്ഥം. വല യജിബ് തഖ്ദീറുൽ മുദ്ദത്തില്ലത്തി മളത അലൈഹി. എന്നാൽ പഴമയാണ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് കണക്ക് പറയേണ്ട ആവശ്യമില്ല. അതായത് 6 മാസങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. വഫിർ റുത്തബി. ഇനി ഈത്തപ്പഴത്തിലാണ് നടത്തുന്നത് എങ്കിലോ, തംർ എന്ന് പറഞ്ഞാൽ കാരക്ക, റുത്തബ് ഈത്തപ്പഴത്തിലാണെങ്കിലോ യുഷ്തറുത്തുമാതുക്കറ, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഷർത്താണ്. അതായത് ലൗന്, നൗഅ്, ബലദ് അക്കാര്യങ്ങളൊക്കെ പറയണം. ഗൈറൽ അഖീറൈനി, അവസാനം പറഞ്ഞ ഇത്ഖാണോ ഹദാസത്താണോ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വൽ ഹിൻതത്തു വസായിറുൽ ഹുബൂബി കത്തംരി. ഗോതമ്പ്, ബാക്കിയുള്ള എല്ലാ ധാന്യങ്ങളും തംറിനെ പോലെ തന്നെയാണ്. ഫി ഷുറൂത്തിഹിൽ മദ്കൂറത്തി, അതിൻ്റെ പറയപ്പെട്ട ഷർത്തുകളിൽ എന്നർത്ഥം. അതിൻ്റെ ബലദേതാണ്, നൗഅ്, ലൗനൊക്കെ പറയണം. വ ഇഷ്തറത്ത് ഫിൽ അസൽ. ഇനി അടുത്തത് തേനിനെ കുറിച്ചാണ്. തേനിലാണ് സലമ് കച്ചവടം നടത്തുന്നത് എങ്കിൽ അൻ യഖൂല ജബലിയുൻ ഔ ബലദിയുൻ, സൈഫിയുൻ ഔ ഖരീഫിയുൻ, അബിയദു ഔ അസ്ഫറു. ഓക്കെ, അത് മലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള, മലകളിൽ താമസിക്കുന്ന തേനീച്ചകളിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നാട്ടിൽ താമസിക്കുന്നത് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. അത് രണ്ടാൽ ഏതാണോ എന്ന് പറയണം. സൈഫിയൻ ഔ ഖരീഫിയൻ, ചൂടുകാലത്ത് ലഭിക്കുന്നതാണ്, ഹേമന്തകാലത്ത് ലഭിക്കുന്നതാണ് എന്ന് പറയണം. അബിയദു ഔ അസ്ഫറു. ഓക്കെ, അതിൻ്റെ നിറം പറയണം. വലാ ഇഷ്തറത്തുൽ ഇത്ഖു വൽ ഹദാസത്തു. അത് പഴയതാണോ പുതിയതാണോ എന്ന് പറയേണ്ടതില്ല. ലിഅന്നഹു ലാ യഖ്തലിഫുൽ ഖർളു ഫീഹി ബിദാലിക. പഴമ, പുതുമ എന്നുള്ളത് കൊണ്ട് അസലിലുള്ള ഖർള് വ്യത്യാസപ്പെടുകയില്ല. ബി ഖിലാഫി മാ ഖബ്ലഹു, അതിന് മുമ്പുള്ള ഹിൻതത്ത്, തംർ എന്നുള്ളതിനൊക്കെ എതിരായിട്ട്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ലഹ്മിനെ കുറിച്ചാണ്, ഇറച്ചിയെക്കുറിച്ചാണ്. ഓക്കെ, വലാ യസിഹു സലമു ഫിൽ ലഹ്മിൽ മത്ബൂഖി വൽ മശ്വി. പാചകം ചെയ്യപ്പെട്ട പൊരിച്ച ഇറച്ചിയിൽ സലമ് കച്ചവടം പാടില്ല. ഓക്കെ, മത്ബൂഖ് എന്നാൽ പാചകം ചെയ്യപ്പെട്ടത്, മശ്വി എന്നാൽ പൊരിച്ചത് എന്നർത്ഥം. ലിഖ്തിലാഫിൽ ഖർളി ബിഖ്തിലാഫി തഅ്സീരിൻ നാരി ഫീഹി. കാരണം അതിൽ എത്രത്തോളം തീ സ്വാധീനം ചെലുത്തുന്നുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ ഖർള് വ്യത്യാസപ്പെടും എന്നുള്ളതിനാൽ. വ തഅദീലുൽ ളുബ്തി, ഇങ്ങനെ തീ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ക്ലിപ്തപ്പെടുത്തൽ പ്രയാസമായതുകൊണ്ടും. വലാ യളറു തഅ്സീറു ശംസി ഫയജൂസു സലമു ഫിൽ അസലിൽ മുസഫ ബിഹ. ഒരു സൂര്യൻ കൊണ്ട്, അതായത് വെയിലേറ്റിട്ടുള്ള തഅ്സീർ കൊണ്ടുള്ള ലോബത്ത് ചെയ്യൽ പ്രയാസമാകുന്നത് ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. അതായത് സൂര്യനെ തട്ടിയിട്ട്
അതാണ് ഷർഹിലേക്ക് നോക്കുക. ഫയജൂസ് സൽമു ഫിൽ അസലിൽ മുസഫ ബിഹ, സാധാരണഗതിയിൽ ആളുകൾ അസൽ തേൻ ഒന്നുകൂടി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ വെയിൽ എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, തഅ്സീർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാവതല്ലെങ്കിലും അതൊരു കുഴപ്പമില്ല എന്നർത്ഥം. വഫി ജവാസിഹി ഫിൽ മുസഫ ബിൻ നാരി, എന്നാൽ വഫി ജവാസിഹി ആ അസലിൽ എന്ത് പാടുണ്ടോ, സലിമ് പാടുണ്ടോ, ഫിൽ മുസഫ ബിൻ നാരി തീ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട അസലിൽ എന്ത് പാടുണ്ടോ, സലിമ് കച്ചവടം പാടുണ്ടോ എന്നുള്ള വിഷയത്തിൽ. വഫി സുക്കരി, സുക്കർ എന്ന് പറഞ്ഞാൽ പഞ്ചസാരയിൽ പാടുണ്ടോ, വൽ ഫാനീദി, ഫാനീദ് എന്ന് പറഞ്ഞാൽ കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന തേനിനാണ് പറയാം. ഫാനീദിൽ വ ദബ്സി, ദബ്സ് എന്ന് പറഞ്ഞാൽ മാ ഉൽ അനബി ബഅദ ത്വബ്ഖിഹി എന്നാണ് അർത്ഥം. അതായത് മുന്തിരി ഇട്ടിട്ട് ചൂടാക്കിയിട്ട് പാചകം ചെയ്തിട്ട് അതിൽ നിന്നും ലഭിക്കുന്ന ആ നീരിനാണ് നമ്മൾ ദബ്സ് എന്നൊക്കെ പറയുന്നത്. വൽ ലിബഇ, ലിബഇ എന്ന് പറഞ്ഞാൽ ഒരു കാലിയിൽ നിന്നും കിട്ടുന്ന ആദ്യത്തെ പാലിനാണ് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ലിബ എന്ന് വായിക്കുന്നത് ബിൽ ഹംസി മിൻ ഗൈരി മദ്ദിൻ, ലിബാ എന്നല്ല ലിബ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ സലിമ കച്ചവടം പാടുണ്ടോ എന്നുള്ള വിഷയത്തിൽ വജ്ഹാനി, രണ്ട് വജ്ഹുകളുണ്ട്. സക്കത്താനി സ്വഹീഹി മിൻഹുമാ ഫി റൗളത്തി, റൗളയിൽ ഇതിൽ ഏതാണ് സ്വഹീഹ്, ആ രണ്ട് വജ്ഹുകളിൽ പാടുണ്ട് എന്നുള്ളതാണോ പാടില്ല എന്നുള്ളതാണോ സ്വഹീഹ് എന്നുള്ളത് മിണ്ടിയിട്ടില്ല. വസഹഹ ഫി തസ്ഹീഹി തംബീഹി, എന്നാൽ തസ്ഹീഹു തംബീഹി എന്നുള്ള നവവി ഇമാമിൻ്റെ കിതാബിൽ സ്വഹീഹാക്കിയിട്ടുള്ളത് അൽ ജവാസ ഫി കുല്ലി മാ ദഖലതുഹു നാറു ലതീഫതൻ. ഓക്കെ, തീ വളരെ ലോലമായിട്ട് പ്രവേശിച്ചിട്ടുള്ള, അതായത് തീ അത്രത്തോളം സ്വാധീനം ചെലുത്താത്ത എല്ലാ കാര്യങ്ങളിലും എന്ത് പാടുണ്ട്, സലിമ കച്ചവടം പറ്റും എന്നുള്ളതാണ് തസ്ഹീഹു തംബീഹിൽ പറയുന്നത്. വ മസല ബിമാ ദുകിറ, ആ തസ്ഹീഹു തംബീഹിൽ അത്തരത്തിൽ നാറ് ലത്തീഫത്തായിട്ട് പ്രവേശിച്ചത് എന്നുള്ളതിന് ഉദാഹരിച്ചിട്ടുള്ളത് ബിമാ ദുകിറ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഗൈറൽ അസലി, തേനല്ലാതെ, അപ്പോൾ തേനല്ലാത്ത ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ തസ്ഹീഹു തംബീഹിൽ നവവി ഇമാം എന്ത് ചെയ്തിട്ടുണ്ട്, ജവാസായിട്ടുള്ള സലിമ കച്ചവടം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് ഉദാഹരിച്ചിട്ടുണ്ട്. വഹുവ ഔല, എന്നാൽ അവിടെ അസല് എന്നുള്ളത് ഉദാഹരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിൽ പാടില്ല എന്നല്ല. വഹുവ ഔല, അസലിൽ പറ്റുക എന്നുള്ളത് വളരെയധികം ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അസലിൽ ബാക്കിയുള്ള അത്ര പോലും എന്തുണ്ടാവുകയില്ല, തീ സ്വാധീനം ചെലുത്തുകയില്ല. അതിനെ അവിടെ ഉദാഹരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ളതിൽ സലമ കച്ചവടം ജായിസാണ് എങ്കിൽ അസലിൽ എന്തായാലും പറ്റുമെന്നർത്ഥം. മിസ്ലുഹുസംനു, ഈ അസൽ പോലെ തന്നെയാണ് നെയ്യും. അപ്പോൾ അതും തീ കൊണ്ട് ചൂടാക്കി എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമില്ല, സലമ കച്ചവടം ജായിസാണ് എന്നർത്ഥം. ഇനി മൃഗങ്ങളുടെ തല, ആ തല മാത്രം സലമ കച്ചവടം ചെയ്യാൻ പറ്റുമോ? വൽ അൽഹറു മൻഉഹു ഐ സലിമ ഫി റൂസിൽ ഹയവാനി, അതിൽ പാടില്ല എന്നുള്ളതാണ് അൽഹറായിട്ടുള്ള അഭിപ്രായം. എന്നാൽ വസാനി അൽ ജവാസു, സാനിക്കാർ പറയുന്നത് ജായിസാണ്. ബിഷർത്തി അൻ തകൂന മുനഖാത മിന ശഅരി വസൂഫി, അതിലുള്ള മുടികളും രോമങ്ങളുമെല്ലാം എന്ത് ചെയ്യപ്പെടണം, അതിൽ നിന്നെല്ലാം അത് ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള നിബന്ധനയോട് കൂടെ. അത് തന്നെ മൗസൂനത്തൻ, അവരുടെ അഭിപ്രായപ്രകാരം തൂക്കിക്കൊണ്ടാണ് അതിനെ എന്ത് നടത്തേണ്ടത്, സലം കച്ചവടം നടത്തേണ്ടത്. ഖിയാസൻ അലൽ ലഹ്മി ബിഅൽമിഹി. ഓക്കെ, ലഹ്മ് നമ്മൾ വിൽക്കുമ്പോൾ അതിൻ്റെ അളമു കൂടെ നമ്മൾ വിൽക്കാറുണ്ടല്ലോ. അപ്പോൾ ലഹ്മും അളമും കൂടെ വിൽക്കുന്നത് പോലെ തന്നെയാണ് റുഊസുൽ ഹൈവാനും. റുഊസുൽ ഹൈവാൻ ആകുമ്പോഴും അവിടെ ലഹ്മും ഉണ്ടാകും അളമും ഉണ്ടാകുമല്ലോ. അപ്പോൾ ലഹ്മും അളമും വിൽക്കൽ ജായിസായതുപോലെ തന്നെയാണ് റുഊസുൽ ഹൈവാനും വിൽക്കൽ ജായിസാണ് എന്നാണ് സാനിക്കാർ പറയുന്നത്. എന്നാൽ വഫറഖൽ ഔവലു, അൽഹർ അതിനുള്ള വ്യത്യാസം പറഞ്ഞു. അതായത് ലഹ്മും ബി അൽമിഹി എന്നുള്ള സലമ കച്ചവടത്തോടൊരിക്കലും റുഊസുൽ ഹൈവാനിനെ ഖിയാസാക്കാൻ പാടില്ല. കാരണം ബി അന്ന അൽമഹ അക്സറു മിൻ ലഹ്മിഹ, കാരണം റുഊസുൽ ഹൈവാനിലുള്ള എല്ലാണ് ലഹ്മിനേക്കാൾ കൂടുതലുള്ളത്. അക്സസായിരിൽ അഅ്ളാഇ, ബാക്കിയുള്ള അവയവങ്ങൾക്കെതിരായിട്ട്. അപ്പോൾ ബാക്കിയുള്ള അവയവങ്ങളിലെ ഇറച്ചി വിൽക്കുന്നത് പോലെയല്ല റുഊസുൽ ഹൈവാൻ വിൽക്കുന്നത്, ഹൈവാനിൻ്റെ തല വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്നാണ് അൽഹർ പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതൊന്ന് ശ്രദ്ധിക്കുക. വലാ യസിഹു സലിമു ഫി മുഖ്തലിഫിൻ, വ്യത്യസ്ത തരത്തിലുള്ള ഒരു വസ്തു, അതിൽ സലമ കച്ചവടം പാടില്ല എന്നർത്ഥം. അതായത് ഒരു വസ്തു എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്ത രൂപത്തിലുണ്ടാകാം. ഓക്കെ, പണ്ട് കാലത്താണ് അത് അധികവും ഉണ്ടായിരിക്കുക. പണ്ട് കാലത്ത് ഒരാൾ ഒരു ചട്ടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ വ്യത്യസ്ത ആളുകളോട് പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിലായിരിക്കും എന്തുണ്ടാക്കുക, ചട്ടി ഉണ്ടാക്കുക. പ്രത്യേകിച്ച് അതിനൊരു മൗൾഡോ അച്ചൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ സലമ കച്ചവടം നടത്തിയാൽ അത് പിന്നെ എങ്ങനെയുള്ള ചട്ടിയാണ് തനിക്ക് ലഭിക്കുക എന്നുള്ള ഒരു എന്തുമുണ്ടാവുകയില്ല, ഒരു ലൊബത്തും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ മൗൾഡ് ഇല്ലാത്ത
ഒരു കൃത്യമായിട്ടുള്ള അച്ച് ഇല്ലാത്ത വസ്തുക്കളിൽ എന്ത് നടത്താൻ പാടില്ല, സലമ കച്ചവടം നടത്താൻ പാടില്ല. അത് പണ്ടുകാലം ധാരാളം വസ്തുക്കളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ആ വസ്തുക്കളിൽ ചിലത് ഇവിടെ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. വലാ യസിഹു സലമ ഫി മുഖ്തലിഫിൻ, ഏതുപോലെ ക ബുർമത്തിൻ മഅ്മൂലത്തിൻ. ബുർമത്തി എന്ന് പറഞ്ഞാൽ കൽച്ചട്ടിക്കാണ് പറയുക, കല്ലുകൊണ്ടുണ്ടാക്കുന്ന ചട്ടി. മഅ്മൂലത്തിൻ, മഅ്മൂലത്ത് എന്ന് പറഞ്ഞാൽ കൊത്തുപണി ചെയ്തുണ്ടാക്കിയ. വഹിയൽ ഖിദറു, അതിനാണ് നമ്മൾ ചട്ടി എന്ന് പറയുന്നത്. വ ജിൽദിൻ, മൃഗങ്ങളുടെ തോലിലും എന്ത് പാടില്ല, സലമ കച്ചവടം പാടില്ല. വ കൂസിൻ, കൂസ് എന്ന് പറഞ്ഞാൽ കൂജകളിൽ. വ ത്വസ്സിൻ ബി ഫത്ഹി ത്വാഇ വ യുഖാലു ഫീഹി ത്വസ്തുൻ, തളികയിലും പാടില്ല. ത്വസ്, ത്വസ്ത് എന്നൊക്കെ പറഞ്ഞാൽ തളിക എന്നാണ് അർത്ഥം. വ ഖുംഖുമിൻ, ഖുംഖുമിൻ ബി ഫത്ഹിൽ മീമി അല്ല, വ ഖുംഖുമിൻ വ മനാറത്തിൻ. ഓക്കെ, മനാറത്തിനാണ് ഫത്ഹുൽ മീം എന്ന് പറയുന്നത്. ഖുംഖും എന്ന് പറഞ്ഞാൽ നുഹാസ് കൊണ്ടുള്ള, ചെമ്പ് കൊണ്ടുള്ള പാത്രത്തിനാണ് പറയുക, വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന. ഓക്കെ, അപ്പോൾ ഖുംഖുമിലും പാടില്ല. മനാറത്തിൻ ബി ഫത്ഹിൽ മീമി, മനാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഉരുളി എന്നാണ് അർത്ഥം കേട്ടോ, ഉരുളി. വ തൊഞ്ചീറിൻ ബി കസ്രി ത്വാഇ, തൊഞ്ചീർ എന്ന് പറഞ്ഞാൽ മനാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ വിളക്കിൻ്റെ മുകളിലൊക്കെ, വിളക്ക് എന്നല്ല, പണ്ടുകാലത്ത് തീ കത്തിച്ചിട്ട് ആ വിളക്ക് അണയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ചില്ലിൻ്റെയോ സാധനം വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ മനാറത്ത് എന്ന് പറയുന്നത്. ആ മനാറത്തിൻ്റെ വിഷയത്തിലും തുഞ്ചീരിൻ, തുഞ്ചീർ എന്നാണ് ബിക്കസിരി ത്വാഇ, തുഞ്ചീർ എന്ന് പറഞ്ഞാൽ ഉരുളി എന്നാണ് അർത്ഥം. ഓക്കെ, ഐ ദസ്തിൻ, ദസ്തി എന്നുള്ളത് തുഞ്ചീർ എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ്. രണ്ടും നമുക്ക് അത്രത്തോളം പരിചയമില്ലാത്ത വാക്കാണ് എന്നർത്ഥം. വനഹ്വിഹ, ഇതുപോലത്തെ വസ്തുക്കളിലും സലമ കച്ചവടം പാടില്ല. കൽ ഹുബ്ബി. ഓക്കെ, ഹുബ്ബ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ വലിയ ഭരണിക്കാണ് പറയുക. ഹുബ്ബ് കൽ ഹുബ്ബി, വലിയ ഭരണി പോലെ. ലി തഅദുരി ലബ്ത് ഫീ ദാലിക, ഇതിലൊന്നും സലമ കച്ചവടം പാടില്ല എന്ന് പറഞ്ഞത് അതിലെല്ലാം ക്ലിപ്തപ്പെടുത്തൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായിട്ടുള്ള മൗൾഡിലല്ല, അച്ചിലല്ല പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത് എന്നതിനാൽ തന്നെ അത് എങ്ങനെയുള്ളതാണ് എന്ന് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. വഖ്തിലാഫുൽ ജിൽദി ബി തഫാവുത്തി അജ്സാഇഹി ദിഖ്ഖതൻ വഗിലളൻ. ഓക്കെ, ജിൽദ് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ. ജിൽദ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്രത്തോളം നൈർമല്യമുണ്ട്, എത്രത്തോളം കട്ടിയുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല, അത് വ്യത്യാസപ്പെടാനുള്ള സാധ്യതയുണ്ട്. വഖ്തിലാഫു ഗൈരിഹി, ജിൽദ് അല്ലാത്തത് വ്യത്യാസപ്പെടുക എന്നാലോ ബി തഫാവുത്തി ബൈന അഅ്ലാഹു വഅസ്ഫലിഹി മസലൻ, ഉദാഹരണത്തിന് അതിൻ്റെ മുകൾ ഭാഗങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ മുഷ്തരി ഉദ്ദേശിക്കുന്ന ആ ഒരു ചട്ടിയുടെ മുകൾ ഭാഗമായിരിക്കുകയില്ല ബായ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ താഴ്ഭാഗവും. വൽ അമലു ഫിൽ ബുർമത്തി, ഈ നമ്മൾ പറഞ്ഞല്ലോ അൽ ബുർമത്തുൻ മഅ്മൂലത്തി എന്ന് പറഞ്ഞല്ലോ. ഈ അമല് ചെയ്യപ്പെടുന്ന ബുർമത്തി എന്നാൽ വൽ അമലു ഫിൽ ബുർമത്തി മിനൽ ബിറാമി. ഓക്കെ, ബിറാമ് എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ് ബുർമത്തി എന്നുള്ളത് വരുന്നത്. ബിറാമി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന സ്ഥലം എന്നുകൂടി അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ വൽ അമലു ഫിൽ ബുർമത്തി എന്ന് പറഞ്ഞാൽ ഹഫ്റുഹ വനഹ്വുഹു, ഹഫ്റുഹ എന്ന് പറഞ്ഞാൽ അത് കൊത്തി ഉണ്ടാക്കലാണ്, വനഹ്വുഹു എന്നിട്ട് അതിൽ ചെയ്യുന്ന ബാക്കിയുള്ള പണികൾക്കൊക്കെയാണ് നമ്മൾ വൽ അമലു ഫിൽ ബുർമത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വയസിഹു സലമു ഫിൽ അസ്താലിൽ മുറബ്ബഅത്തി. ഓക്കെ, സത്തല് എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ ബക്കറ്റിനാണ് പറയുക, ചെമ്പ് ബക്കറ്റിനാണ് സത്തല് എന്ന് പറയുന്നത്. ഫിൽ അസ്താലിൽ മുറബ്ബഅത്തി, സമചതുരത്തിലുള്ള, മറബഅത്ത് എന്ന് പറഞ്ഞാൽ സമചതുരം. അപ്പോൾ സമചതുരത്തിലുള്ള ചെമ്പ് പാത്രങ്ങളിൽ സലമ കച്ചവടം ജായിസാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇങ്ങനെ സമചതുരത്തിലുള്ള ചെമ്പ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ സലമ കച്ചവടം ജായിസാണ്. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതായത് ചെമ്പ് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില്ല് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. വ ഫീമ സുബ്ബ മിൻഹ അയിൽ മദ്കൂറാത്തി, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമെല്ലാം ഒഴിക്കപ്പെട്ടതായിട്ടുള്ള വസ്തുക്കളിലും. ഐ മിൻ അസ്ലിഹ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്ലിൽ നിന്നും ഒഴിക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചെമ്പ് പാത്രം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അസ്ൽ എന്താണ്? ചെമ്പാണല്ലോ. ആ ചെമ്പുകൾ ഒഴിക്കപ്പെടുന്നു. അൽ മുദാബു, ഉരുക്കപ്പെട്ട. ഓക്കെ, മിൻ അസ്ലിഹൽ മുദാബി, ഉരുക്കപ്പെട്ട അതിൻ്റെ അസ്ലിൽ നിന്നും ഒഴിക്കപ്പെട്ടതായിട്ടുള്ള കാര്യത്തിലും. ഫി ഖാലബിൻ ബി ഫത്ഹിൽ ലാമി, അച്ചിലായിട്ട് ഒഴിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിലും.
ഓക്കെ, എന്ത് പറ്റുന്നതാണ്? സലം കച്ചവടം പറ്റുന്നതാണ് എന്നർത്ഥം. ഉദാഹരണത്തിന് ചെമ്പ് പാത്രത്തിൻ്റെ അസലാണ് ചെമ്പ് എന്നുള്ളത്. ആ ചെമ്പ് ഉരുക്കിയിട്ട് ഒരു നിശ്ചിത മൗൾഡിൽ, ഒരു നിശ്ചിത അച്ചിൽ ഇട്ടിട്ടുള്ള ഒരു വസ്തുവാണ് എങ്കിൽ, ഇന്നത്തെ ധാരാളം വസ്തുക്കൾ അങ്ങനെയാണ് വരുന്നത് അല്ല, ഇന്നത്തെ പാത്രങ്ങളാണെങ്കിലും കിണ്ടിയാണെങ്കിലും എല്ലാം ഒരു നിശ്ചിത മൗൾഡിലാണ് വരുന്നത്. ആ കാര്യങ്ങളിലെല്ലാം സലം കച്ചവടം ജായിസാണ് എന്നർത്ഥം. ഓക്കെ, കാരണം അതിൻ്റെ അളവ് എത്രയാണ് എന്ന് ഇപ്പോൾ അറിയാൻ സാധ്യമാണ്. ഇബാറത്തുൽ റൗളത്തി വാസ്ലിഹ, ഈ ഒരു വിഷയത്തിൽ റൗളയിലും അസ്ലു റൗളയിലും പറഞ്ഞിട്ടുള്ള ഇബാറത്ത് അഖിബ ദിക്രിൽ മുംതനിഅത്തി മിനൽ ബുർമത്തി വമാ ബഅദഹ, ബുർമത്ത് മുതൽ അതിന് ശേഷമുള്ള ഈ സലം കച്ചവടം പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് തൊട്ടുടനെ റൗളയിലും അസ്ലു റൗളയിലും പറഞ്ഞിട്ടുള്ള ഇബാറത്ത് എന്താണ്? വയജൂസു സലമു ഫീമാ യുസബ്ബ മിൻഹാ ഫിൽ ഖാലബി, ഇവയിൽ നിന്നും ഒരു അച്ചിൽ ഒഴിക്കപ്പെടുന്ന കാര്യത്തിലെല്ലാം സലം കച്ചവടം ജായിസാണ്. ലിഅന്നഹു ലാ യഖ്തലിഫു, കാരണം അതിലൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ലല്ലോ. വഫിൽ അസ്താലിൽ മുറബ്ബഅത്തി, എന്നുള്ളതുപോലെ സമചതുരത്തിലുള്ള ചെമ്പ് ബക്കറ്റുകളിലും എന്ത് ജായിസാണ്? സലം കച്ചവടം ജായിസാണ് എന്നാണ് റൗളയിലും അസ്ലു റൗളയിലും പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് അസ്സലമു ഫി ദറാഹിമി വ ദനാനീരി എന്നുള്ളതാണ്. സിമ്പിളാണ്. ഓക്കെ, യജൂസു സലമു ഫി ദറാഹിമി വ ദനാനീരി അലൽ അസഹി, പ്രബല അഭിപ്രായ പ്രകാരം ദിർഹമിലും ദനാനീറിലും സലം കച്ചവടം ജായിസാണ്. ബി ഷർത്തി കൗനി റഅസിൽ മാലി ഗൈറഹുമ, എന്നാൽ അതിനൊരു നിബന്ധനയുണ്ട്, അതിൻ്റെ വിലയായിട്ട് നൽകുന്നത് ദിർഹമോ ദനാനീറോ അല്ലാത്ത വസ്തുക്കളായിരിക്കണം. നമുക്കറിയാം നഖുദുമായിട്ട് കൈമാറുകയാണ് എങ്കിൽ അവിടെ എന്ത് വേണം? തഖാബുൽ വേണം, മജ്ലിസിൽ വെച്ചു തന്നെ അതിനെ കൈമാറ്റം നടക്കണമെന്ന്. സലം കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ദിർഹമും ദനാനീറും പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? വിൽപ്പന വാങ്ങലുകൾ നടത്താൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു ഭക്ഷണത്തിന് പകരമായിട്ട് ദിർഹം വാങ്ങാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ റഅസുൽമാൽ എന്തായിരിക്കണം? ഇവയല്ലാത്തതായിരിക്കണം. വലാ യജൂസു ഇസ്ലാമു ദറാഹിമി ഫി ദനാനീറി, ദനാനീർ വാങ്ങാൻ വേണ്ടിയിട്ട് ദിർഹം റഅസുൽമാലായിട്ട് ഏൽപ്പിക്കാൻ പാടില്ല. വലാ അക്സുഹു സലമൻ, അത് അല്ലാത്തതിനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഏൽപ്പിക്കാൻ പാടില്ല. അതായത് ദിർഹം വാങ്ങാൻ വേണ്ടിയിട്ട് ദീനാർ ഏൽപ്പിക്കാൻ പാടില്ല. സലമൻ മുഅജ്ജലൻ ഔ ഹാലൻ, അത് മുഅജ്ജലായ ഹാലായ രണ്ട് നിലക്കുള്ള സ്ഥലമാണെങ്കിലും പാടില്ല. എന്നാൽ വഖീല, ഒരു ലൈഫായിട്ടുള്ള അഭിപ്രായ പ്രകാരം യസിഹു ഫിൽ ഹാലി ബി ഷർത്തി ഖബലിഹിമാ ഫിൽ മജ്ലിസി, ഹാലായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അത് ഇത്തരത്തിൽ ജായിസാണ്. ബി ഷർത്തി ഖബലിഹിമാ ഫിൽ മജ്ലിസി, മജ്ലിസിൽ വെച്ചു തന്നെ അത് ഖബൽ നടക്കണം എന്നുള്ള ഷർത്തോട് കൂടെ, തഖാബുൽ ഉണ്ടാകണം എന്നുള്ള ഷർത്തോട് കൂടെ. വയജൂസു സലമു ഫി ദഖീഖി അല സ്വഹീഹി, സ്വഹീഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഈ ഭക്ഷണധാന്യങ്ങളുടെ എല്ലാം പൊടികളിലും സലം കച്ചവടം ജായിസാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സിഫത്തുകൾ പരിഗണിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള സിഫത്ത് നമ്മൾ പറയേണ്ടതുണ്ടോ? അത് പറയേണ്ടതില്ല എന്നുള്ളതാണ്. അഥവാ അത് പറഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞുവെങ്കിൽ അതിൽ നമ്മൾ പരിഗണിക്കേണ്ടത് എന്താണ്? ജയ്യിദ് എന്ന് പറയാവുന്ന, അതായത് ജയ്യിദിൻ്റെ ജയ്യിദ് നല്ലത് എന്ന് പറയാവുന്ന തന്നെ ധാരാളം വസ്തുക്കൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു കിതാബ് ജയ്യിദാണ് എന്ന് പറയണമെങ്കിൽ അതിന് അടങ്ങിയിട്ടുള്ള ചില വസ്തുക്കളൊക്കെ ഉണ്ടാകും. അതിൽ വെച്ച് ഏറ്റവും മോശമായതിന് വരെ ആ ജയ്യിദ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അതായത് ഞാൻ എനിക്ക് ജയ്യിദ് നൽകാം എന്ന് പറഞ്ഞിട്ട് ജയ്യിദിൽ വെച്ച് ഏറ്റവും മോശമായത് നൽകിയാലും കുഴപ്പമില്ല എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക. വലാ ഇഷ്തറത്തു ദിക്റുൽ ജൗദത്തി വർ റദാഅത്തി, നല്ലതാണോ ചീത്തയാണോ എന്ന് പറയേണ്ടതില്ല. ഫീമാ യുസ്ലിമു ഫീഹി, ആ ചരക്കിൽ, ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം. വയുഹ്മലു മുത്ലഖുഹു അൻഹുമാ അലൽ ജയ്യിദി, ഇത് രണ്ടും പറയാതെ മുത്ലഖാക്കി പറഞ്ഞത് ചുമത്തപ്പെടണം. അലൽ ജയ്യിദി, നല്ലതിൻ്റെ മേൽ ചുമത്തപ്പെടണം. ലിൽ ഉർഫി, സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. ഒരാളൊരു സാധനം വിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല സാധനം തന്നെ ആയിരിക്കണമല്ലോ. വസാനി യുഷ്തറത്തു ദിക്രി അഹദിഹിമ, ഇഷ്തർത്തു ദിക്റു അഹദിഹിമ, അസഹിൻ്റെ താനി പറയുന്നത് ജൗദത്താണോ റദാഅത്താണോ എന്ന് പറയാൻ ഷർത്താണ്. ലിഅന്നൽ ഖീമത വൽ അഗ്റാദ തഖ്തലിഫു ബിഹിമ, കാരണം ഖറളും ഖീമത്തും വ്യത്യാസപ്പെടുന്ന തരത്തിലുള്ള സിഫത്താണല്ലോ ഇവ രണ്ടും, അതുകൊണ്ട് തന്നെ അത് പറയൽ നിബന്ധനയാണെന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഫയുഫ്ലി തർക്കുഹുമാ ഇലൻ നിസാഇ, അപ്പോൾ അത് പറഞ്ഞില്ല എങ്കിൽ പിന്നീട് അത് തർക്കത്തിലേക്ക് വഴി വെച്ചേക്കാമല്ലോ. വഹാദാ മുന്തഫിഉൻ ബിൽ ഹംലിൽ മദ്കൂരി, എന്നാൽ ഈ സാനിക്കാരുടെ ഈ ന്യായം, അതായത് ഖീമത്തും അഗ്റാദും അതുകൊണ്ട് വ്യത്യാസപ്പെടും, അതുകൊണ്ട്
തർക്കമുണ്ടാകുമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹംല് കൊണ്ട് തന്നെ മുന്തഫിയായി പോകുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ വിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ജയ്യിദ് എന്നാണ് ഉദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ജയ്യിദ് ആവണം എന്നുള്ളൊരു നിബന്ധന അവിടെ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ. വയുനസ്സലുൽ ജയ്യിദു ബിഹി ഔ ബിശർത്തി, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹംല് കൊണ്ടുള്ള ജയ്യിദ് എന്നുള്ള അർത്ഥം, അതായത് മുത്തലഖാക്കി പറഞ്ഞപ്പോൾ ജയ്യിദ് വേണമെന്ന് പറഞ്ഞല്ലോ, ആ ജയ്യിദ് എന്നുള്ളതും ഔ ബിശർത്തി അല്ലെങ്കിൽ ജയ്യിദ് വേണമെന്ന് ഷർത്താക്കി വെച്ചിട്ടുള്ള സലം കച്ചവടത്തിലെയും ആ ജയ്യിദ് എന്നുള്ളത് ചുമത്തപ്പെടണം അല അഖല്ലി ദറജാത്തിഹി, ആ ജയ്യിദിൻ്റെ ഏറ്റവും താഴ്ന്ന ദറജയിലുള്ള സാധനത്തിൻ്റെ മേൽ ചുമത്തപ്പെടണം. ഓക്കെ. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് ഏത് നൽകിയാലും ജയ്യിദ് എന്ന ഗണത്തിൽപ്പെട്ടാൽ അത് സാധുവാകണമെന്നർത്ഥം. വഇൻ ശുനിത റദാഅത്തുൽ ഐനി ലം യസിഹൽ അഖ്ദു, ഇനി ഒരു വസ്തു മോശമാകണം എന്ന് പറഞ്ഞാൽ ആ വസ്തു തന്നെ മോശമാകണം എന്നാണ് പറയുന്നത് എങ്കിൽ ലം യസിഹൽ അഖ്ദു, ആ അഖ്ദ് അവിടെ ശരിയാവുകയില്ല. ലിഅദിമി ളിബാത്തിഹി, കാരണം വസ്തുവിൻ്റെ മോശത എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് ക്ലിപ്തമാക്കാൻ കഴിയുകയില്ലല്ലോ. ഔ റദാഅത്തുൻ നൗഇ, ഇനി ഒരു നൗഇൻ്റെ റദാഅത്താണ് സിഫത്ത് ഷർത്താക്കുന്നത് എങ്കിൽ സഹ, അത് ശരിയാകുന്നതാണ്. ലിളിബാത്തിഹി, കാരണം അതിനെ നമുക്ക് ക്ലിപ്തമാക്കാൻ കഴിയുമെന്നർത്ഥം. അതായത് ഒരാൾ പറയുന്നത് എനിക്ക് നീ നൽകുന്ന ഒരു ആപ്പിൾ, ആ ആപ്പിൾ എന്തായിരിക്കണം, അത് റദി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ റദി ആയിട്ടുള്ള കുറേ തരത്തിലുള്ള ആപ്പിൾ ഉണ്ടാകുമല്ലോ. അതായത് ആ റദി ആയിട്ടുള്ള ആപ്പിൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പുഴുവരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരു ഭാഗത്ത് പുഴുവരിക്കുന്ന മറ്റൊരു ആപ്പിൾ ഉണ്ടാകാം. അതുകൊണ്ട് അതിനെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുകയില്ല. ഇനി നൗഇൽ റദി ആയിട്ടുള്ള വസ്തു എന്ന് പറഞ്ഞാലോ, അതായത് ഒരു കടയിൽ എന്തുണ്ടാകും, മോശമായിട്ടുള്ള ആപ്പിളുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ടാകും. ഓക്കെ. അപ്പോൾ ആ നൗഇൽ നിന്നും ഏതെങ്കിലും ഒന്ന് തന്നാൽ മതി എന്നർത്ഥം. അപ്പോൾ നൗഇ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയും. സാധാരണഗതിയിൽ എല്ലാവരും മോശമായത് വെക്കുന്നൊരു പാത്രമുണ്ടാകും. എന്നാൽ ഐന് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നൽകണം എന്ന് നമുക്ക് പറയാനൊക്കില്ല. കാരണം അതുപോലത്തെ എന്തുള്ള റദി ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകാമെന്നർത്ഥം. ഓക്കെ. അതാണ് ലിളിബാത്തിഹി, അത് ക്ലിപ്തമായത് കാരണത്താൽ. വഹിയൽ മുറാദത്ത് ബിർ റദാഅത്തി അലൽ വജ്ഹി സാനി, രണ്ടാമത്തെ അഭിപ്രായ പ്രകാരക്കാർ അസഹ് പറഞ്ഞു എന്ത് പറയേണ്ടതില്ല, റദി ആണോ ജൗദത്താണോ എന്ന് പറയേണ്ടതില്ല, ഷർത്തില്ല എന്ന്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായക്കാർ റദി ആണോ ജൗദത്താണോ എന്ന് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ റദാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, ഇത് റദാഅത്തുൻ നൗ ആണ്, റദാഅത്തുൽ ഐനല്ല. കമാ യുഖദു മിൻ റൗളത്തി, റൗളയിൽ അക്കാര്യം പറയുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ. ഇനി വഇൻ ശുനിതൽ അജ്വദു, ഏറ്റവും നല്ലത് എന്നുള്ള നിബന്ധന വെക്കുകയാണെങ്കിൽ ലം യസിഹൽ അഖ്ദു, ആ അഖ്ദ് അവിടെ ശരിയാവുകയില്ല. കാരണം ലിഅന്ന അഖ്സാഹു ഗൈറു മഅലൂമിൻ, ആ അജ്വദ് എന്നുള്ളത് അതായത് ജൗദത്തിൻ്റെ ഏറ്റവും അങ്ങേ തല എന്താണ് എന്ന് അറിയാൻ കഴിയുകയില്ല. അതായത് നമുക്കൊരു ആപ്പിൾ ലഭിച്ചു, അതിനേക്കാൾ നല്ലത് ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും അജ്വദ് അല്ലേ. പിന്നെ മറ്റൊന്ന് ലഭിക്കുകയാണെങ്കിലോ, അതായത് അത് അറിയപ്പെടാൻ സാധ്യമല്ല എന്നർത്ഥം. വഇൻ ശുനിതൽ അർദഉ സഹൽ അഖ്ദു, ഏറ്റവും മോശപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ അഖ്ദ് അവിടെ ശരിയാകുന്നതാണ്. വയഖ്ബലു മാ യുഅ്താ മിൻഹു, അല്ലെങ്കിൽ മാ യഅ്തി ബിഹി മിൻഹു. ഓക്കെ. ആ വ്യക്തി, അതായത് ആ ബായിയായിട്ടുള്ള വ്യക്തി ഈ റദി ആണ് അർദ ആണ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഏതായാലും ഈ മുഷ്തരി അത് സ്വീകരിക്കേണ്ടി വരും. കാരണം അർദ എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലതായാലും കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ. അപ്പോൾ അർദ എന്ന് പറഞ്ഞാൽ അത് ശരിയാകുന്നതാണ്, എന്നാൽ അജ്വദ് എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞത് സിഫത്തുകളൊക്കെ ക്ലിപ്തമായിരിക്കണം എന്നുള്ളതാണല്ലോ. അതായത് ആ ചരക്ക് എന്താണ് എന്ന്, അതായത് ഒരു ഹവയിലുള്ള ചരക്കാവാൻ പാടില്ല, ഇന്നാലിന്ന വസ്തുവാണ് എന്ന് ക്ലിപ്തമായിരിക്കണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇതുവരെ സിഫത്തുകളൊക്കെ അറിയണമെന്ന് പറഞ്ഞത്. ഇനി ആ സിഫത്തുകളൊക്കെ വഇഷ്തറത്ത് മഅരിഫത്തുൽ ആഖിദൈനി സിഫാത്തി ലിൽ മുസ്ലിമി ഫീഹിൽ മദ്കൂറത്തി ഫിൽ അഖദി, അഖദിൽ പറയപ്പെട്ടിട്ടുള്ള ആ മുസ്ലിമി ഫീഹിക്കുള്ള സിഫത്തുകളെല്ലാം എന്ത് ചെയ്യണം, രണ്ട് ആഖിദുകളും ബായിഉം മുഷ്തരിയും അറിയൽ നിബന്ധനയാണ്. ഫഇൻ ജഹിലാഹ ഔ അഹദുഹുമാ ലം യസിഹൽ അഖ്ദു, രണ്ട് പേരും അവയെ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ സ്ഥലം അവിടെ ശരിയാവുകയില്ല. വകദാ ഗൈറുഹുമാ ഐ മഅരിഫത്തുഹു ഫിൽ അസഹി, അതുപോലെ തന്നെ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഈ ഇടപാടുകാരല്ലാത്ത ആളും എന്തറിയേണ്ടതാണ്, ആ സിഫത്തുകൾ അറിയേണ്ടതാണ്. അതെന്തിനാണ്, ലിയുർജഅ ഇലൈഹി ഇൻദ തനാസുഹിമ, ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടാവുകയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് പരിഹരിക്കാൻ അതിൻ്റെ സിഫത്തുകൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് മൂന്നാമത് നാലാമതുമായിട്ടുള്ള രണ്ട് പേർ, അതിലായിട്ടുള്ള രണ്ട് പേർ അറിയാൻ
നിബന്ധനയാണ് എന്നർത്ഥം. വഹുവ അദിലാനി. ഓക്കെ. വഹുവ അദിലാനി എന്ന് പറഞ്ഞാൽ ഗൈറ് എന്ന് പറയുന്നത് രണ്ട് നീതിമാന്മാരായിട്ടുള്ള ആളുകളാണ് എന്നർത്ഥം. വഖീല യുഅ്തബറു അദദുൽ ഇസ്തിഫാലത്തി. എന്നാൽ ഒരു ലൈഫായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഈ ഗൈറ് എന്ന് പറഞ്ഞാൽ അദദുൽ ഇസ്തിഫാലത്താണ്. അതായത് ഒരു കാര്യം മഷ്ഹൂറാണ് എന്ന് പരക്കെ അറിയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ എത്രമാത്രം ആളുകൾ അറിയണോ അത്രത്തോളം ആളുകൾ ഇതിൻ്റെ സിഫത്തുകൾ അറിയൽ നിബന്ധനയാണ് എന്നാണ് ഈ ഖീലക്കാർ പറയുന്നത്. എന്നാലും മുഖാബലുൽ അസഹി, അസഹിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നത് ലാ ഇഷ്തറത്തു മഅരിഫത്തു ഗൈരിഹിമ, അവർ രണ്ടും പേരും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷർത്തും എന്തായിരുന്നു? മഅരിഫത്തുൽ ഔസാഫ് ആയിരുന്നു. ഇവിടെയും പറയുന്നത് എന്താണ്? മഅരിഫത്തുൽ ആഖിദൈനി സിഫാത്തിയാണ്. ഓക്കെ. അപ്പോൾ ഇവ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞിടത്ത് എന്തായിരുന്നു ഉദ്ദേശം? ആ വസ്തു എങ്ങനെയുള്ളതാണ് എന്ന് ക്ലിപ്തമാകുന്ന വസ്ഫുകൾ ഉണ്ടാവണം എന്നുള്ള നിലക്കാണ് നമ്മൾ ആദ്യമായിട്ട് മഅരിഫത്തുൽ ഔസാഫി എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ പറഞ്ഞത് എന്താണ്? ആ ആഖിദുകൾ, അതായത് ആ ഇടപാടുകാരെ ആ വസ്തുക്കളെ അറിയണം എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാണ് അടുത്തത് പറയുന്നത്. വലാ തക്റാറ ഫിൽ മുഷ്തറത്തി ഹുന മഅ മാ തഖദ്ദമ മിൻ ഇഷ്തിറാത്തി മഅരിഫത്തുൽ ഔസാഫി. ഓക്കെ. മുൻകഴിഞ്ഞ യുഷ്തറത്തു മഅരിഫത്തുൽ ഔസാഫി എന്നുള്ളതിൻ്റെയും ഇവിടെ നമ്മൾ ഷർത്താക്കി പറഞ്ഞ ഇഷ്തിറത്തു മഅരിഫത്തുൽ ആഖിദൈനി സിഫാത്തി എന്നുള്ളതിൻ്റെ ഇടയിലും തക്റാറില്ല. രണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. ഒരേ കാര്യം പറയുമ്പോഴാണല്ലോ, രണ്ട് പ്രാവശ്യം പറയുമ്പോഴാണല്ലോ തക്റാറാവുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ടില്ല. ലി അന്നൽ മുറാദു ബി മഅരിഫത്തിഹാ ഹുനാക, കാരണം അവിടെ നമ്മൾ ആ വസ്തുക്കൾ അറിയണമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അൻ തുഅറഫ ഫീ നഫ്സിഹ, ആ വസ്തു തന്നെ, ആ വസ്തുവിൻ്റെ സിഫത്തുകൾ തന്നെ അത് അറിയപ്പെടലാണ്. അതായത് ഒരു ഹവയിലുള്ള കാര്യമാകരുത്, ക്ലിപ്തമായിട്ടുള്ള കാര്യമാകണം എന്നുള്ള നിലക്കാണ് അവിടെ നമ്മൾ പറഞ്ഞത് ലി ഉൽബത്ത ബിഹ, ആ സിഫത്തുകളെ കൊണ്ട് മുസ്ലിം ഫീഹി ആയിട്ടുള്ള വസ്തു ക്ലിപ്തപ്പെടാൻ വേണ്ടിയിട്ട് കമാ തഖദ്ദമ മുൻകഴിഞ്ഞതുപോലെ. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ആ വസ്തുക്കളെല്ലാം ആഖിദാനി അറിയണം എന്നുള്ള ഒരു നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ അവ രണ്ടും പറഞ്ഞത് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ തക്റാർ ഈ ഇബാറത്തുകളിൽ വന്നിട്ടില്ല എന്നർത്ഥം.